بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ അനുഗ്രഹമാണ് നമ്മളെ അല്ലാഹു മുസ്ലിങ്ങളാക്കിയത്. ഇസ്ലാം എന്നത് നമ്മളേവരും തിരിച്ചറിയേണ്ട വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം അതിലേറ്റവും വലുത്, ആ അനുഗ്രഹത്തിൻ്റെ വലിപ്പം വിളിച്ചോതുന്ന കാര്യമാണ് നമ്മൾ പലപ്പോഴായി കേൾക്കാറുള്ള ഒരു സംഭവം. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ഒരു ജൂതൻ കടന്നു വരികയും അയാൾ കളിയാക്കുന്ന മട്ടിൽ, ഒരു ജൂതനോ മറ്റോ ഏതോ ഇസ്ലാമിനെ കളിയാക്കാൻ വേണ്ടി വന്ന ആളാണ്, അയാൾ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങളുടെ നബി നിങ്ങൾക്ക് എല്ലാം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ടോയ്ലറ്റിൽ പോകുന്നത് പോലും. അപ്പോൾ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അഭിമാനത്തോടു കൂടി പറഞ്ഞു, അതെ, ഞങ്ങളുടെ നബി എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, ടോയ്ലറ്റിൽ പോകുന്നത് പോലും. ടോയ്ലറ്റിൽ പോകുമ്പോൾ ഖിബ്ലക്ക് മുന്നിടുകയോ പിന്നിടുകയോ ചെയ്യരുത്. അതുപോലെ തന്നെ വലത് കൈ കൊണ്ട് ഇസ്തിഞ്ചാ ചെയ്യരുത്. എന്നിങ്ങനെ ആ മര്യാദകൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതായത് ദീനിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ മഹത്വമാണ് എല്ലാം നമ്മളെ പഠിപ്പിച്ചു എന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ഒരു ജൂതൻ കടന്നു വരികയും എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആനിലെ ഒരു ആയത്തുണ്ട്, ആ ആയത്ത് ഞങ്ങൾ ജൂതന്മാർക്കായിരുന്നു അവതരിച്ചത് എങ്കിൽ ഞങ്ങൾ ആ അവതരിച്ച ദിവസം പെരുന്നാളായി ആഘോഷിച്ചേനെ, ആ ദിവസം ആഘോഷ ദിവസമായി ഞങ്ങൾ മാറ്റിയേനെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഏതാണ് ആയത്ത്? അപ്പോൾ ആ ജൂതനായ മനുഷ്യൻ പറഞ്ഞു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ആ ആയത്ത്, ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർണ്ണമാക്കി തന്നിരിക്കുന്നു, അത് മുഴുവനായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നു, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്ന ആയത്താണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് ഏത് ദിവസമാണ്, എവിടെ വെച്ചാണ് ഇറങ്ങിയതെന്ന് നല്ല പോലെ എനിക്കറിയാം. ഏതാണ് ആ ദിവസം? ഒരു വെള്ളിയാഴ്ച ദിവസം, അറഫ ദിവസത്തിൽ ഹജ്ജത്തുൽ വിദാഇനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയത്ത് ഇറങ്ങിയത്. ആ ദിവസങ്ങൾ പെരുന്നാളിൻ്റെ ദിവസങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്ത് ഇറക്കിയത് പോലും ഏറ്റവും അനുയോജ്യമായ സ്ഥലത്താണ്, അനുയോജ്യമായ ദിവസത്തിലാണ്. മുസ്ലിമീങ്ങൾ പെരുന്നാളായി ആഘോഷിക്കുന്ന ആ ദിവസങ്ങളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ഇറക്കിയത്. അതായത് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഇസ്ലാമിൻ്റെ മഹത്തായ ഒരു ഗുണമാണ് എൻ്റെ ദീൻ അത് പൂർത്തിയായിരിക്കുന്നു എന്നത്. പൂർണ്ണമായൊരു ദീൻ ആചരിച്ചുകൊണ്ട് ജീവിക്കാൻ തൗഫീഖ് ലഭിച്ച, അനുഗ്രഹം ലഭിച്ച ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. മുസ്ലിമീങ്ങളുടെ പ്രത്യേകതയാണത്. മറ്റേതൊരു മതത്തിനും അത് അവകാശപ്പെടാനില്ല. ഏത് മതമെടുത്താലും ഇസ്ലാമിനെ പോലെ സമ്പൂർണമായ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു മതം ഇല്ല. ഒരു രാജാവ് എങ്ങനെയായിരിക്കണം പ്രജകളോട് പെരുമാറേണ്ടത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു യോദ്ധാവ് യുദ്ധസമയത്ത് എങ്ങനെ പെരുമാറണം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും എങ്ങനെ, ഒരു മാതാവും പിതാവും മക്കളോടെങ്ങനെ, ഒരു കുട്ടിക്ക് സമ്മാനവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് വരികയാണ്. നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹുവിന് സമ്മാനം കൊടുക്കാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു,
നിന്റെ എല്ലാ മക്കൾക്കും ഇതുപോലെ കൊടുത്തോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പിതാവ് പറഞ്ഞു, ഇല്ല, കൊടുത്തിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിന്റെ എല്ലാ മക്കളും നിന്നോട് ഒരുപോലെ നന്മ ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു പിതാവ് പറഞ്ഞു, ആ, എനിക്ക് ആഗ്രഹമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ ഈ പണി പറ്റൂല, എങ്കിൽ ഇത് പറ്റൂല. ഒന്നുകിൽ എല്ലാവർക്കും കൊടുക്കുക, അല്ലെങ്കിൽ ആർക്കും കൊടുക്കണ്ട. മക്കളോട് മാതാപിതാക്കൾ എന്ത് ചെയ്യണം എന്ന് ദീൻ പഠിപ്പിക്കാതെ വിട്ടുപോയിട്ടില്ല. എങ്ങനെ പെരുമാറണം പഠിപ്പിക്കാതെ വിട്ടുപോയിട്ടില്ല. മാതാപിതാക്കളോട് മക്കളെങ്ങനെ പെരുമാറണം അതിൻ്റെ കാര്യം പറയുകയേ വേണ്ട, പഠിപ്പിക്കാതെ വിട്ടിട്ടില്ല. അതുപോലെ തന്നെ തൊഴിലാളിയോട് മുതലാളി എങ്ങനെ പെരുമാറണം, നേരത്തെ പറഞ്ഞതുപോലെ ടോയ്ലറ്റിൽ പോയാൽ എന്ത് ചെയ്യണം, ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെ, അങ്ങനെ ജീവിതത്തിൽ മനുഷ്യൻ ജനിച്ച് അവസാന നിമിഷം ശ്വാസം വലിക്കുമ്പോൾ മരണപ്പെടുമ്പോൾ എന്ത് ചെയ്യണം, ഇനി അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എല്ലാം പഠിപ്പിച്ചു. ഒന്നും പഠിപ്പിക്കാതെ വിട്ടില്ല, ഒന്നും പഠിപ്പിക്കാതെ വിട്ടില്ല. ഒരു മേഖലയിലും ഇസ്ലാം അതിൻ്റെ ശറഅ് നമ്മളെ അറിയിച്ചു തരാതിരുന്നിട്ടില്ല. എല്ലാം പഠിപ്പിച്ചു, പൂർണ്ണമാണ്. ഇനിയൊരു പൂർത്തീകരണത്തിൻ്റെ ആവശ്യമില്ലാത്ത വിധം ഇസ്ലാം പൂർണ്ണമാണ്. അൽഹംദുലില്ലാഹ്. അത് തന്നെയാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. പല ആളുകൾക്കും പല മതങ്ങളെയും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ചിലർ പറയും ക്രിസ്ത്യൻ മതം കുഴപ്പമില്ല, ഹിന്ദു മതം കുഴപ്പമില്ല, ജൂതമതം കുഴപ്പമില്ല. കാരണം അതൊക്കെ അവരുടെ ആരാധനാലയങ്ങളിൽ ഒതുങ്ങുന്നതാണ്, അതവരുടെ മനസ്സുകളിൽ ഒതുങ്ങുന്നതാണ്. എന്നാൽ ഇസ്ലാം അങ്ങനെയല്ല. ഇസ്ലാം പ്രശ്നമാണ്. ഇസ്ലാം പ്രശ്നം. കാരണം എന്താ? ഇസ്ലാം ജീവിതം മുഴുവനുമുണ്ട്. ഇസ്ലാം അത് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നുണ്ട്, ഇസ്ലാം അത് കുടുംബത്തിൽ ഇടപെടുന്നുണ്ട്, ഇസ്ലാം അത് വ്യക്തിയിൽ ഇടപെടുന്നുണ്ട്, ഇസ്ലാം അത് മൃഗങ്ങളോട് എങ്ങനെയെന്ന് ഇടപെടുന്നുണ്ട്, സസ്യങ്ങളോട് എങ്ങനെ പെരുമാറണം ഇസ്ലാം ഇടപെടുന്നുണ്ട്. ഇസ്ലാം ഇടപെടാത്ത ഒരു മേഖലയും ഇല്ല, അത് പരിപൂർണമാണ്. അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് മുറുമുറുപ്പാണ്. അവരുടെ തെമ്മാടിത്തരങ്ങൾ എന്തെങ്കിലും ചെയ്യാനൊരുങ്ങുമ്പോൾ ഇസ്ലാം അവിടെ ഒരു വിലങ്ങുതടിയാണ്. ഏത് വിഷയത്തിലും ഇസ്ലാം വിലങ്ങുതടിയായി വരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ മേഖലയിലും ഇസ്ലാം പഠിപ്പിക്കാതെ വിട്ടിട്ടില്ല. അബൂ ദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുമ്പോൾ ഞങ്ങൾക്ക് ഒരു കിളി പാറിപ്പോകുന്നുണ്ടെങ്കിൽ, ആകാശത്തുകൂടെ ഒരു കിളി പാറിപ്പോകുന്നുണ്ടെങ്കിൽ, ആ കിളിയിൽ നിന്നും എന്തെങ്കിലും നന്മ ലഭിക്കാനുണ്ടെങ്കിൽ അത് പഠിപ്പിക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുപോയിട്ടില്ല. ഒരു കിളി പാറിപ്പോയപ്പോൾ അതിലെന്തെങ്കിലും ഹൈറായ ഒരു കാര്യം ഉമ്മത്തിന് പഠിപ്പിക്കാനുണ്ടെങ്കിൽ അത് പറയാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുപോയിട്ടില്ല. ഇതാണ് ഇസ്ലാം. ഇങ്ങനെ വിശ്വസിക്കലാണ് ഇസ്ലാമിനോട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ ആദരവ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നമ്മൾ കാണിക്കുന്ന ആദരവ് എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്നും വിട്ടുപോയിട്ടില്ല. സഹോദരങ്ങളെ, അങ്ങനെയെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കേണ്ടതായിരുന്നു എന്ന് പറയുന്നതിൻ്റെ അപകടം എത്രയാണ്. നമ്മളൊരു കാര്യം കൊണ്ടുവരിക, ഒരു കാര്യം പുതിയതായി ചെയ്യുക, എന്നിട്ട് കണ്ടുപിടിക്കുക, നല്ലതായി നമുക്ക് തോന്നുക, എന്നിട്ട് നമ്മൾ പറയാ ഇതും കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഒരുത്തൻ പറഞ്ഞാൽ അവൻ്റെ അവസ്ഥ എന്താണ്? സഹോദരങ്ങളെ, ഇതാണ് യഥാർത്ഥത്തിൽ ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നത്. ഇസ്ലാം അത് പൂർണ്ണമാണ്. അത് പൂർത്തീകരിക്കാൻ ഇനി ഒരു മുട്ടുസൂചി കുത്തേണ്ട ആവശ്യമില്ല, നിറഞ്ഞിരിക്കുന്നു. ഒരു സ്ഥലവും അവിടെ അതിൽ ഗ്യാപ്പില്ല, ഗ്യാപ്പുള്ള ഒരു സ്ഥലവുമില്ല, മറിച്ച് എല്ലാം പൂർണ്ണമാണ്. ഇനി അതിലേക്കൊരു മുട്ടുസൂചി കുത്താനുള്ള സ്ഥലമില്ല. ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നത് വരെ എങ്ങനെ ആയിരിക്കണം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒന്നിനും ഗ്യാപ്പില്ല. പക്ഷെ ചില ആളുകൾ വന്നുകൊണ്ട് പറയുകയാണ് ഇതുകൂടെ നല്ലതാണ്, ഇതുകൂടെ നല്ലതാണ്.
അബൂ ദർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ എന്തൊരു ഖൈറുണ്ടോ അത് പഠിപ്പിക്കാതെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ടില്ല എന്ന് അബൂ ദർ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ നമ്മൾ പറയാണ്, അല്ല ഒന്നുകൂടെ ഉണ്ടായിരുന്നു, അല്ല മറ്റൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിൻ്റെ അപകടം അതെത്രമാത്രം വലുതാണ്. ആ വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അപകടത്തെക്കുറിച്ച്, അങ്ങനെ ഒരുത്തൻ പറയുന്നതിൻ്റെ അപകടത്തെക്കുറിച്ച്, എന്താണ് ഈ വിഷയം എന്നതിനെക്കുറിച്ച് ചില വാക്കുകളാണ് നമ്മൾ സംസാരിക്കാനുള്ളത്, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ. എന്താണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിൽ പുതിയതായി എന്തെങ്കിലും കൂട്ടിച്ചേർത്തുകൊണ്ട് അതിനെ നന്നായി കാണുക എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് ഈ ദീനിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ അക്രമമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിക്കുന്ന അക്രമമാണ്, അള്ളാഹുവിനോട് കാണിക്കുന്ന അനീതിയാണ്, അക്രമമാണ്. ഒന്നാമതായി ഈ പുതിയതായ കാര്യങ്ങൾ, ഒരാൾ എന്ത് ചെയ്യാണ്? ഒരു കാര്യം പുതിയതായി ചെയ്യുകയാണ്. ഉദാഹരണത്തിന് നമ്മളുടെ ഈ കാലത്താണെങ്കിൽ നബിദിനം, നമ്മൾ ഈ ദിവസങ്ങൾ നിൽക്കുന്ന റബീഉൽ അവ്വലിൻ്റെ ആ ദിവസങ്ങളിലാണ്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ നബിദിനം എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ആഘോഷവുമായി വരും. അപ്പോൾ നബിദിനത്തിനെ കുറിച്ച്, അതിനെക്കുറിച്ചൊന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. നബിദിനം എന്തിനാണ് ആഘോഷിക്കുന്നത്? അത് പുണ്യം കിട്ടാനാണ് ആഘോഷിക്കുന്നത്. പുണ്യം കിട്ടാൻ വേണ്ടി ഒരു ആഘോഷം നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ ആചരിക്കുകയാണ്, ആഘോഷിക്കുകയാണ്. ശരി, ഈ ആഘോഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതായിരുന്നോ? ഇല്ല എന്നാണ് തീർച്ചയായും ഉത്തരം. എങ്കിൽ ആ ആഘോഷം ആചരിക്കുകയും അത് നല്ലതാണ് എന്ന് പറയുകയും ചെയ്യുന്നതിൻ്റെ ചില അപകടങ്ങൾ, അതിനെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാനുള്ളത്. എന്താണ് ഒന്നാമത്തെ അപകടം? ഒന്നാമത്തെ അപകടം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പോരടിക്കുകയാണവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എതിരിടുകയും പോരടിക്കുകയും ചെയ്യുകയാണവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്ദൻ ബിഹില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അവർക്ക് അല്ലാഹു അനുമതി നൽകാത്ത കാര്യങ്ങൾ ദീനിൽ നിയമമാക്കാൻ വേണ്ടി ചില പങ്കുകാരുണ്ടോ? പങ്കുകാരെന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്യുന്ന, ശിർക്ക് ചെയ്യുന്ന ആളുകളുണ്ടോ? ശുറക്കാകളുണ്ടോ? ശരീക്കുകളുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ദീനിൽ പുതിയതായി ഒരു കാര്യം ഉണ്ടാക്കാൻ, ഇത് നിയമമാണ് എന്ന് പറയാൻ ഒരാൾക്കും അർഹതയില്ല. ഒരാൾക്കും അർഹതയില്ല. ഇത് നല്ലതാണ്, ഇത് മുസ്തഹബാണ്, ഇത് വാജിബാണ് എന്നൊക്കെ ഒരു കാര്യത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് പോലും സ്വന്തം ഇഷ്ടപ്രകാരം പറയാൻ അർഹതയില്ല. അള്ളാഹു നൽകിയ വഹി മുഖേനയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് പോലും അത് പറയാൻ അർഹതയുള്ളൂ. സ്വഹാബിമാർക്ക് അർഹതയില്ല, താബിഈങ്ങൾക്ക് അർഹതയില്ല. പിന്നെയാണോ അതിനുശേഷം വന്ന ആളുകൾക്ക് ഒരർഹതയും ആർക്കുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെക്കുറിച്ച് പറഞ്ഞു, വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവി ലാ ഖദ്നാ മിൻഹു ബിൽ യമീൻ ثم لقطعنا منه الوتين. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അദ്ദേഹത്തെ ഞാൻ വലത് കൈ കൊണ്ട് പിടിക്കും, എന്നിട്ട് കരണഞരമ്പ് കണ്ടനാടി ഞാൻ മുറിച്ചു കളയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുമതിയില്ല സ്വന്തം ഇഷ്ടപ്രകാരം അള്ളാഹു നൽകിയ വഹി മുഖേനയല്ലാതെ ദീനിലൊരു കാര്യം ശർആക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അർഹതയില്ല. അങ്ങനെ ചെയ്യുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അവർക്ക് വല്ല ശുറക്കാകളുമുണ്ടോ, ശരീക്കുകളുമുണ്ടോ, പങ്കുകാരുമുണ്ടോ എന്നാണ്. എന്തിനുള്ള? അള്ളാഹു അനുമതി നൽകാത്തൊരു കാര്യം അത് ദീനാണെന്ന്, ശർആണെന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കാനുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. അതിനാൽ തന്നെ സഹോദരങ്ങളെ, ആരാണോ ദീനിൽ പുതിയതായൊരു കാര്യം ഉണ്ടാക്കുകയും അത് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒന്നാമതായി എതിരിടാൻ ശ്രമിക്കുന്നത് ആരെയോടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ്. രണ്ടാമതായി ഇവൻ ചെയ്യുന്ന മറ്റൊരപകടമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിരിടലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗൗരവം എത്രയാണ്?
അത് എത്രമാത്രം പ്രശ്നമുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാൾ ആക്ഷേപിക്കുക, പ്രത്യേകിച്ച് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഞ്ചന കാണിച്ചു എന്ന് പറയുന്നതിനെ കുറിച്ച്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഞ്ചന കാണിച്ചു എന്ന് പറയുന്നത് എത്രമാത്രം അപകടകരമാണ്. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുക, മൻ ഇബ്തദഅ ബിദ്അതൻ, ആരാണോ ഒരു ബിദ്അത്ത് ഉണ്ടാക്കുകയും വയറാഹ ഹസന, എന്നിട്ടത് നല്ലതാണെന്ന് കരുതുകയും ചെയ്യുന്നവൻ, അവനെ സംബന്ധിച്ചിടത്തോളം ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാന റിസാല, അവൻ വാദിക്കുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ്. അതായത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ അള്ളാഹു തെരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? റിസാലത്തിന് വേണ്ടിയിട്ടാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ഏറ്റവും വലിയ ദൗത്യം എന്താണ്? റിസാലത്താണ്. അള്ളാഹുവിൽ നിന്നും കാര്യങ്ങൾ സൃഷ്ടികളിലേക്ക് എത്തിച്ചു നൽകാനാണ് അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത്. ആ കാര്യത്തിൽ തന്നെ വഞ്ചന കാണിച്ചു എന്നാണ് ആര് വാദിക്കുന്നത്? ദീനിൽ പുതിയതായ ഒരു കാര്യം കൊണ്ടുവന്നത് നല്ലതാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തിന്റെ വിഷയത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ്. അതായത് എന്താണോ ഏൽപ്പിച്ചത് അതിൽ വഞ്ചന കാണിച്ചു എന്ന്. ലിഅന്ന അല്ലാഹ സുബ്ഹാനഹു വതആല യഖൂൽ, എന്തുകൊണ്ടെന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കുമുൽ ഇസ്ലാമ ദീന. അല്ലാഹു സുബ്ഹാനഹു വതആല എന്താ പറഞ്ഞത്? ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. പൂർത്തിയായ ഒരു സാധനത്തിലേക്ക് പിന്നെ എന്തെങ്കിലും ഇടാൻ പറ്റുമോ? പൂർത്തിയാവുന്നതിലേക്ക് പിന്നെ പൂർത്തിയാക്കാൻ പറ്റുമോ? പിന്നെ അതിനെ പൂർത്തിയാക്കാം. കംപ്ലീറ്റ് ആയ ഒന്നിനെ പിന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? പിന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂല. ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് ദീനിനെ കംപ്ലീറ്റ് ചെയ്ത് തന്നിരിക്കുന്നു, പൂർണ്ണമായിരിക്കുന്നു, ഇനി ഒന്നും അതിലേക്ക് കയറ്റാനില്ല. ഇതെന്താണ് ഇറങ്ങുന്നത്? ഹജ്ജത്തുൽ വദാഇലാണ്. അത് കഴിഞ്ഞ് റബീഉൽ അവ്വലിൽ, അതായത് 4 മാസത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു. അപ്പൊ 4 മാസം മാത്രമാണ് പിന്നീട് ഈ ആയത്തിറങ്ങിയതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. ആ ആയത്തിറങ്ങി ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയാണ്, ഫമാ ലം യകുൻ യൗമഇദിൻ ദീനൻ ഫലൈസ അൽയൗമ ദീനാ. അത് എന്തല്ല, എന്താണോ അന്നത്തെ ദിവസം ദീനല്ലാത്തത് അത് ഇന്നും ദീനല്ല. ലാ യകൂനുൽ യൗമ ദീനാ, ഇന്നേ ദിവസവും അത് ദീനല്ല. അന്ന് ദീനായതേ ഇന്ന് ദീനാവും. അപ്പൊ ആരാണോ ഇങ്ങനെ പറഞ്ഞത് ഇത് നല്ലതാണ്, ഇത് കുഴപ്പമില്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല എന്നേ ഉള്ളൂ, കൂലി കിട്ടുന്ന കാര്യമാണ് എന്നാരാണോ പറഞ്ഞത്, അവൻ പറയുന്നത് എന്താണ്? കൂലി കിട്ടുന്നൊരു കാര്യം ഉണ്ടായിട്ട് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നില്ല. സ്വർഗത്തിൽ പോകുന്നൊരു കാര്യമുണ്ടായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നില്ല, അറിഞ്ഞിട്ടും ഉണ്ടാതിരുന്നു. കാരണം കൂലി കിട്ടുന്ന സ്വർഗത്തിലേക്ക് പോകുന്ന കാര്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിട്ടുണ്ട്. അത് എത്തിക്കാനാണ്, അത് അറിയിക്കാനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചത്. ആ കാര്യം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തില്ല, ഏറ്റെടുത്ത പണി ചെയ്തില്ല എന്നാണ് അവൻ പറയുന്നത് എന്ന് ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയുകയാണ്. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, മൻ ഇസ്തഹ്സന ഫഖദ് ശറഅ ഫിദ്ദീനി മാ ലം യഅ്ദൻ ബിഹില്ലാ. ആരാണോ ഒരു കാര്യത്തെ, പുതിയതായ ഒരു കാര്യത്തെ നന്നായി കണ്ടത്, അവൻ അള്ളാഹുവിൻ്റെ ദീനിൽ പുതിയ ശറഅ ഉണ്ടാക്കിയിരിക്കുന്നു, പുതിയ നിയമം ഉണ്ടാക്കിയിരിക്കുന്നു. അള്ളാഹു അനുമതി നൽകാത്ത നിയമം അവൻ ഉണ്ടാക്കിയിരിക്കുന്നു. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു. സഹോദരങ്ങളെ, അതിൻ്റെ അപകടം വരൽ വളരെ വലുതാണ്. ഒന്ന്, അള്ളാഹുവിനോട് എതിരിടലാണ്. 2, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കലാണ്. അതുപോലെ തന്നെ ഈ ദീനിനെ ആക്ഷേപിക്കലാണ്. അതുപോലെ എന്താണ്? ഈ ദീനിനെ ആക്ഷേപിക്കലാണ്. നമ്മളെന്താണ് ഒരു കാഫിറിനോട് പറയാനുള്ളത്? നമുക്ക് ഈ ദീൻ പരിപൂർണമാണെന്നാണ്. ഈ ദീൻ പരിപൂർണമാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. കാഫിറിനോടെന്നല്ല, നമ്മളെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ദീൻ എന്താണ്? കാമിലാണ്. വലാ യഹ്താജു ഇലാ തക്മീൽ, ഒരു പൂർത്തീകരണത്തിന്റെ ആവശ്യമില്ല. 2025-ലോ 2030-ലോ ഒരാൾ ആലോചിച്ചുണ്ടാക്കേണ്ട, ഒരു കംപ്ലീഷൻ നടത്തേണ്ട ഒരു ദീനല്ലത്. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതോടുകൂടി ഈ ദീൻ എന്താണ്? പരിപൂർണമാണ്, ഒന്നും ചേർക്കാനില്ല. പക്ഷേ ഒരു പുതിയ കാര്യം, ഉദാഹരണത്തിന് നബിദിനം അത് നല്ലതാണ് എന്ന് പറയുന്നതിലൂടെ
എന്താണ് പോയില്? ഇതിന്റെ അർത്ഥം എന്താണ്? ഈ ദീനിൽ പണ്ട് നബിദിനം നല്ലതായ നബിദിനം ഇല്ലായിരുന്നു. പിന്നെയോ കുറേ സൂഫിയാക്കളും ബാത്തനിയാക്കളും ഒക്കെ ക്രിസ്ത്യാനികളെ കണ്ടു പഠിച്ച് ഈ ദീനിൽ നബിദിനം കൂട്ടിച്ചേർക്കേണ്ട അവസ്ഥയായി. ഈ ദീനിൽ എന്ത് ചേർക്കേണ്ട അവസ്ഥ വന്നു? നബിദിനം എന്ന ആഘോഷം ക്രിസ്ത്യാനികളെ കണ്ട് പഠിച്ച് കൂട്ടിച്ചേർക്കേണ്ട അവസ്ഥയാണ് ഈ ദീനിൻ്റെത് എന്നാണ് അതിൻ്റെ അർത്ഥം. ക്രിസ്ത്യാനികൾ എന്താണ്? മുന്നേ നബിദിനം കഴിക്കുന്നവരാണ്. ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ദിനം കഴിക്കുന്നവരാണ് ആര്? ക്രിസ്ത്യാനികൾ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എന്ത് ചെയ്തില്ല? ക്രിസ്ത്യാനികളുടെ ആ ആഘോഷമൊന്നും കണ്ടുപഠിക്കാനുള്ള സമയം ഉണ്ടായില്ല. സ്വഹാബികൾക്കും സമയം ഉണ്ടായില്ല. ചില ആളുകൾ അങ്ങനെയാണ് പറയുന്നത്, സ്വഹാബത്തിനൊന്നും സമയം ഉണ്ടായിരുന്നില്ല നബിദിനം കഴിക്കാൻ. ഇത്രയും പുണ്യമുള്ളതാണ് എന്നവർ വിചാരിക്കുന്ന നബിദിനം അത് കഴിക്കാൻ ആർക്കും സമയം ഉണ്ടായില്ല. സ്വഹാബത്തിന് സമയം ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതായത് നിസ്കരിക്കാൻ സ്വഹാബത്തിന് സമയമുണ്ടായി, നോമ്പ് നോൽക്കാൻ സ്വഹാബത്തിന് സമയമുണ്ടായി, അതുപോലെ തന്നെ ജീവിതത്തിലെ മറ്റു വ്യവഹാരങ്ങളിൽ കച്ചവടത്തിന് പോകാൻ സ്വഹാബത്തിന് സമയമുണ്ടായി. സ്വഹാബത്തിൽ പലതും ആരായിരുന്നു? കച്ചവടക്കാരായിരുന്നു. കച്ചവടത്തിന് പോകുന്നതിന് സ്വഹാബത്തിന് സമയം കുറവുണ്ടായി. നബിദിനം കഴിക്കാൻ സ്വഹാബത്തിന് സമയമുണ്ടായി. കൃഷി ചെയ്യാൻ സ്വഹാബത്തിന് സമയമുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത്രയും സ്നേഹമില്ലാത്തവരാണ് സ്വഹാബത്ത് എന്നല്ല ഇതിൻ്റെ അർത്ഥം. സ്നേഹം കാണിക്കാൻ നല്ലൊരു ഓപ്ഷൻ നബിദിനമാണ്. ശരി, ഇനിയിപ്പോൾ സ്നേഹം കാണിക്കാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്, സമ്പാദിക്കാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. സമ്പാദിക്കാൻ കച്ചവടം, സ്നേഹം കാണിക്കാൻ നബിദിനം. ഇതിനേതിനാണ് സ്വഹാബികൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? നബിദിനത്തിനാണ്. കച്ചവടം ചെയ്യാൻ സമയമുണ്ടായിരുന്ന സ്വഹാബത്ത് നബിദിനം കഴിക്കാൻ സമയമുണ്ടായിരുന്നില്ല അവരുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ എത്രത്തോളം അവർക്ക് സ്വഹാബത്തിനോട് സ്നേഹമില്ല എന്നാണ് ഇവർ വാദിക്കുന്നത്. മറ്റു വ്യവഹാരങ്ങൾ, ജീവിതത്തിലെ മറ്റു വ്യവഹാരങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഭാര്യയുടെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, എല്ലാത്തിനും സമയമുണ്ടായ സ്വഹാബത്തിന് നബിദിനം കഴിക്കാൻ സമയമുണ്ടായില്ല എന്ന് ചിലർ പറയും. ഏതായാലും ഇവർ പറയുന്നത് എന്താണ്? ഈ ദീന് പൂർണ്ണമായിരുന്നില്ല, ഈ ദീൻ പൂർണ്ണമായിരുന്നില്ല. പിന്നെയോ ഈ ദീന് ഞങ്ങൾ ക്രിസ്ത്യാനികളെ കണ്ട് പഠിച്ച് ഇപ്പൊ പൂർത്തിയാക്കിയതാണ് എന്നാണ് ഇവർ പറയുന്നത്. അതിൻ്റെ അപകടം എത്രമാത്രം അപകടമുള്ള വാദമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് ആയത്തിറക്കിയിട്ടും ഇത് പൂർണ്ണമല്ല എന്ന വാദമാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ആഘോഷം, നബിദിനമാകട്ടെ, നബിദിനം പോലെ മറ്റുള്ള പല വിദഅത്തുകളും നമ്മുടെ നാട്ടിലുണ്ട്. എന്താകട്ടെ, ഈ ആഘോഷങ്ങൾ അതിൻ്റെ മറ്റൊരു അപകടമാണ്, അത് മുഅ്മിനീങ്ങളുടെ പാതയല്ല എന്നത്. മുഅ്മിനീങ്ങളുടെ പാത അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യുശാഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക, ആരാണോ അള്ളാഹുവിൻ്റെ റസൂലിനോട് സന്മാർഗം വ്യക്തമായതിനു ശേഷവും എതിരിട്ട് നിൽക്കുന്നവൻ, എന്നിട്ടോ അത് മാത്രമല്ല മുഅ്മിനീങ്ങളുടേതല്ലാത്ത പാത പിന്തുടരുകയും ചെയ്തവൻ, ആരാണ് ഈ മുഅ്മിനീങ്ങൾ? സ്വഹാബത്തിനെ കൂടാത്ത ഏത് മുഅ്മിനീങ്ങളാണ്? സ്വഹാബത്തില്ലാത്ത, താബിഈങ്ങളില്ലാത്ത, തബഉ താബിഈങ്ങളില്ലാത്ത, അയിമ്മത്തുൽ അർബഅ ഇല്ലാത്ത ഏത് മുഅ്മിനീങ്ങളാണ് നമുക്കറിയാം. അപ്പോൾ ഈ പറയപ്പെട്ട ആളുകളുടെ ഒന്നും പാതയിലല്ലാതെ, അതായത് സലഫുസ് സാലിഹീങ്ങളുടെ പാതയിലല്ലാതെ നീങ്ങുന്നവൻ, അവനെ സംബന്ധിച്ചിടത്തോളം നുവല്ലിഹി മാ തവല്ല, അവൻ തിരിഞ്ഞിടത്തേക്ക് ഞാൻ തിരിച്ചു കളയും. നുവല്ലിഹി മാ തവല്ല, അവൻ തിരിഞ്ഞിടത്തേക്ക് ഞാൻ തിരിച്ചു കളയും. അതായത് അവൻ പിന്നെ ഒരു പോക്കാണ്, പിന്നെ അവൻ്റെ കാര്യത്തിൽ നോക്കിയിട്ട് കാര്യമില്ല. ഇനിയോ അത് മാത്രമാണോ? വനുസ്ലിഹി ജഹന്നം, അവനെ നരകത്തിലിട്ട് നാം കരിക്കുന്നതാണ്, നരകത്തിൽ അവനെ പ്രവേശിപ്പിക്കുന്നതാണ്. ആ നരകത്തിൻ്റെ അവസ്ഥ എന്താണ്? വസാഅത് മസീറ, അത് എത്ര മോശമായിട്ടുള്ള സ്ഥലമാണ്, അതെത്ര മോശമായിട്ടുള്ള സ്ഥലമാണ്. നബിദിനം ഒരാൾ കഴിക്കുമ്പോൾ അവൻ ആരുടെ മാർഗത്തിലാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണോ ആദ്യമായിട്ട് നബിദിനം കഴിച്ചത്? അല്ല. ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹു അജ്മഈൻ ആരെങ്കിലും? ഇല്ല. അശറത്തുൽ മുബശ്ശിരീൻ? ഇല്ല. സ്വഹാബികളിൽ ആരെങ്കിലും? ഇല്ല. താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ? ഇല്ല. ഇമാമീങ്ങൾ? ഇല്ല.
ആരുമില്ല. പിന്നെ ആരാണിത് ചെയ്തത്? ഇസ്ലാമിൻ്റെ പേരിൽ നടന്ന ആളുകളിൽ ബാത്തിനിയാക്കളാണ് ഇത് തുടങ്ങിയത്. ഇസ്ലാമിൻ്റെ പേരിൽ അറിയപ്പെട്ടവരിൽ ബാത്തിനിയാക്കളാണ് ഇത് ആദ്യമായി ചെയ്തത്. ഇസ്ലാമിൻ്റെ പേരിൽ അറിയപ്പെട്ടത് ഒരിക്കലും ഇസ്ലാമായിട്ടൊരു ബന്ധം അവർക്കില്ല. പോരാത്തതിന് ജൂതന്മാരെക്കാളും വലിയ കാഫിറുകളാണ് അവർ. ജൂതന്മാർ കാഫിറുകളാണെന്ന് നമുക്കറിയാം. ജൂതന്മാരെക്കാൾ കുഫറിന്റെ കാര്യത്തിൽ മികച്ചു നിൽക്കുന്നവരാണ് ആര്? ബാത്തിനിയാക്കൾ. ജൂതന്മാർ അള്ളാഹുവിനെ ആരാധിക്കുന്നുണ്ട് എന്നെങ്കിലും പറയും. ബാത്തിനിയാക്കൾ എവിടെയോ എങ്ങനെയോ എത്തിയ ആളുകളാണ്. ബാത്തിനിയാക്കളുടെ വിശ്വാസങ്ങൾ പലതും നമ്മളെ ചിരിപ്പിക്കുന്നതും അമ്പരപ്പിക്കുന്നതുമാണ്. അതുപോലെ തന്നെ നമുക്ക് ദേഷ്യം വരുത്തുന്നതുമാണ്. പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിലുള്ള കെട്ടുകഥകളും അതുപോലെ തന്നെ നുണകളുമെല്ലാം നിറച്ചതാണ് ബാത്തിനിയാക്കളുടെ വിശ്വാസങ്ങൾ. ഇസ്ലാമിലുള്ള ആളുകളെ, മുസ്ലിമീങ്ങളെ പിഴപ്പിക്കാൻ വേണ്ടി മജൂസികളും മറ്റും കെട്ടിയുണ്ടാക്കിയ ഒരു സംഭവമാണ് ബാത്തിനിയാക്കൾ. ആ ബാത്തിനിയാക്കൾ, കറാമിയാക്കൾ എന്ന് പറയും അവരെ. അതുപോലെ തന്നെ ഈ അടുത്ത് നമ്മൾ ഇസ്രായേലിലെയും മറ്റും വാർത്തകൾ കേട്ടാൽ അവിടെ ഒരു കൂട്ടത്തെക്കുറിച്ച്, സിറിയയിലെ മറ്റ് വാർത്തകൾ കേട്ട ഒരു കൂട്ടരെ കുറിച്ച്, ഇസ്രായേലിന് ജൂതന്മാർക്ക് വളരെ ഇഷ്ടമുള്ളൊരു കൂട്ടം, അവർ മുസ്ലിങ്ങളാണ്, മുസ്ലിം സഹോദരന്മാരെന്നൊക്കെ പറഞ്ഞ് ഇസ്രായേൽ, അതായത് ജൂതന്മാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കൗമുണ്ട്. ദ്രൂസ് എന്നാണ് ഇപ്പോൾ അതിനൊക്കെ അറിയപ്പെടുക. ദ്രൂസുകൾ നമ്മളുടെ അതാണ്, ദ്രൂസുകൾ നമ്മളുടെ ഇതാണെന്ന് ഇപ്പോൾ ജൂതന്മാർ പറയുന്ന ആ വിഭാഗം ജൂതന്മാരെക്കാളും വലിയ കാഫിറുകളാണ്. സ്വാഭാവികമായി ജൂതന്മാർക്ക് ഏറ്റവും ഇഷ്ടം അവരോടുണ്ടാവുമെന്നതിൽ ഒരു സംശയവുമില്ല. ഏതായാലും ദ്രൂസുകൾ എന്നറിയപ്പെടുന്ന, അതല്ലെങ്കിൽ ബാത്തിനിയാക്കൾ എന്ന് പറയപ്പെടുന്ന അവരാണ് ആദ്യമായി ഈ സാധനം ഇസ്ലാമിക സമൂഹത്തിൽ കൊണ്ടുവന്നത്. ശരി സഹോദരങ്ങളെ, അതേതായാലും മുഅ്മിനീങ്ങളുടെ പാതയല്ല. അപ്പം മുഅ്മിനീങ്ങളുടേതല്ലാത്ത പാത പിന്തുടരുന്നവർ, വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടേതല്ലാത്ത പാത പിന്തുടരുന്നവർ, അവരുടെ അവസ്ഥ എന്താണ്? അവരെ തിരിഞ്ഞിടത്തേക്ക് ഞാൻ തിരിച്ചു കളയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അവരെ നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, അതിനാൽ അതിൻ്റെ അപകടം അത് വളരെ വലുതാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത് കാണാം, ഇത്തബിഉ, നിങ്ങൾ പിന്തുടർന്നാൽ മതി. ഇത്തബിഉ, നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പിന്തുടർന്നാൽ മതി. നമ്മൾ ആലോചിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു സംഭവം ദീനിലില്ല. നമ്മൾ കഷ്ടപ്പെട്ട് പുതിയതായി ഇങ്ങനൊരു കാര്യം ചെയ്യും എന്ന് പറയേണ്ട ഒരു വിഷയവും ദീനിലില്ല. സ്വർഗത്തിൽ പോകാനാണോ നീ ഉദ്ദേശിക്കുന്നത്? അതിനുള്ള ദീൻ ഇവിടെ ധാരാളമുണ്ട്. അതിനുള്ള ദീൻ ഇവിടെ പൂർണ്ണമായിട്ടുണ്ട്. ഇനി നീ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നീ പുതിയതായി നീ പിന്തുടർന്നാൽ മതി. വലാ തബ്തദിഉ, പുതിയതായി ഒന്നും ഉണ്ടാക്കണ്ട. ഫഖദ് കുഫീതും, നിങ്ങൾക്ക് മതിയാക്കപ്പെട്ടിട്ടുണ്ട്. മതിയായത് ഇവിടെ ഉണ്ട്, നിറഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിലേക്കൊന്നും കൂട്ടിക്കൊണ്ടുവരാനില്ല എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്. സഹോദരങ്ങളെ, അതിനാൽ നമ്മൾ ഈ വിഷയം പ്രത്യേകം എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഇതിൻ്റെ അപകടം നമ്മൾ എന്ത് ചെയ്യണം? ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. നമ്മൾ ഈ വിഷയങ്ങൾ സംസാരിക്കുന്നത് മറ്റും പലതൊക്കെ ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരുപാട് മനുഷ്യന്മാർ നമ്മളുടെ നാടുകളിലുണ്ട്. അവരിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കണം. ഇതൊക്കെയാണ് ഇതിൻ്റെ അപകടങ്ങൾ എന്ന് നമ്മൾ അറിയിച്ചു കൊടുക്കണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ താക്കീത് ചെയ്ത വിഷയമാണെന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ മാത്രം മുറുകെ പിടിക്കുക എന്നത്, പഠിപ്പിച്ചത് മാത്രം ചെയ്യുക എന്നത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇയ്യാകും വമുഹ്ദഥാത്തിൽ ഉമൂർ, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം, അതുപോലെ തന്നെ പുതിയ കാര്യങ്ങളെയും സൂക്ഷിക്കണം. ഫഇന്ന കുല്ല മുഹ്ദഥത്തിൻ ബിദ്അ, എല്ലാ പുതിയതും ബിദ്അത്താണ്. വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും വഴികേടാണ്. വകുല്ല ളലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടും എന്താണ്? എല്ലാം നരകത്തിലുമാണ്. അപ്പം അത് ളലാലത്താണ്, വഴികേടാണ്. വഴികേടിലായ ഒരാളുടെ അവസ്ഥ എന്താണ് സഹോദരങ്ങളെ? ഒരാൾ വഴികേടിലായി, ഒരാൾ എന്ത് ചെയ്യാണ്? ഒരാൾ സക്കാത്ത് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരാൾ സ്വതക്ക കൊടുക്കുകയാണ്. സ്വതക്ക കൊടുത്താൽ ഒരാൾ 10,000 സ്വതക്ക കൊടുത്തു, അതേയാൾ പിന്നെ 20,000 സ്വതക്ക കൊടുത്തു. തീർച്ചയായും അയാൾ കൂടുതൽ സ്വതക്ക കൊടുക്കുമ്പോൾ കൂടുതൽ പുണ്യം കിട്ടും, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കും. എന്നാൽ അയാൾ ചെയ്യുന്നത് ളലാലത്താണെങ്കിലോ,
അയാൾ കഷ്ടപ്പെടുന്തോറും, ഉദാഹരണത്തിന് നബിദിനം, അതിനൊരാൾ ഒരു ദിവസം 10,000 രൂപ കൊടുത്തു, അടുത്ത വർഷം അയാൾ 20,000 കൊടുക്കുകയാണ്, അല്ലെങ്കിൽ 40,000 കൊടുക്കുകയാണ്. ഈ 40,000 കൊടുത്തപ്പോൾ കൂടുതലായി അയാൾ അധ്വാനിച്ചപ്പോൾ എന്താണ് ഉണ്ടായത്? മസ്ദാദ സാഹിബു ബിദ്അത്തിൻ ഇജ്തിഹാദൻ ഇല്ലാ ബുഅദ. ഇമാം അയ്യൂബ് സഖ്തിയാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതാണ്. എന്താണ്? ബിദ്അത്തുകാരൻ എത്രമാത്രം കഷ്ടപ്പെട്ടുവോ ആ കഷ്ടപ്പാട് കൊണ്ട് അവന് അകൽച്ചയേ ഉണ്ടാകും, അടുപ്പല്ല ഉണ്ടാവുക, അള്ളാഹുവിനോട് അടുപ്പല്ല ഉണ്ടാവും. അല്ലേ? നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള ഒരു ഉദാഹരണമുണ്ട്. എന്താണ് ആ ഉദാഹരണം? ഒരു മനുഷ്യൻ ഒരു കാട്ടിൽ പെട്ടു, അല്ലെങ്കിൽ ഒരു മരുഭൂമിയിൽ പെട്ടു. മരുഭൂമിയിൽ പെട്ടിട്ട് എന്ത് ചെയ്തു? അയാൾ വഴിയറിയാതെ നിൽക്കുകയാണെന്ന് വിചാരിക്കാം. ഒരാൾ വഴി അറിയുന്ന ആളുമുണ്ട്, ഒരാൾ വഴി അറിയാത്ത ആളുമുണ്ട്. വഴി അറിയുന്ന ആൾ അയാൾ എന്ത് ചെയ്തു? അയാൾ പതുക്കെ നടക്കാൻ തുടങ്ങി. വഴി അറിയുന്ന ആൾ പതുക്കെ നടക്കാൻ തുടങ്ങി. വഴി അറിയാത്ത ആളോ, അയാൾ നല്ല ഇജ്തിഹാദുള്ള ആളാണ്, നല്ല കഷ്ടപ്പെടുന്ന, മടിയില്ലാത്ത, നല്ല ഉഷാറുള്ള ആളാണ്. അയാൾ എന്ത് ചെയ്യാൻ തുടങ്ങി? അയാൾ ഓടാൻ തുടങ്ങി. മറ്റേ ആൾ പതുക്കെ നടക്കാൻ തുടങ്ങി. ഈ പതുക്കെ നടന്ന് അയാൾ എന്ത് ചെയ്യും? ലക്ഷ്യത്തിലെത്തും. മരുഭൂമിയിൽ നിന്നും അയാൾ രക്ഷപ്പെടും. എന്നാൽ നേരത്തെ പറഞ്ഞ ആ ഓട്ടം കൊണ്ട് അയാൾ എത്ര ശക്തിയായി ഓടുന്നോ അത്ര അകലം അയാളുടെ ലക്ഷ്യത്തിൽ നിന്ന് അകലുകയാണ് ചെയ്യുന്നത്. ഒരാൾക്ക് സ്വർഗത്തിൽ പോകണം, സ്വർഗത്തിലേക്കുള്ള വഴി അറിയുന്നവൻ ഇനി പതുക്കെ നടന്നാലും എത്തുക സ്വർഗത്തിലേക്കാണ്. എന്നാൽ വഴി അറിയാത്തവനോ, ضالായവനോ, വഴികേടിലായവനോ അവൻ എവിടേക്കാണ് പോവുക? എത്ര കഷ്ടപ്പെടുന്നോ അത്രമാത്രം സ്വർഗത്തിൽ നിന്നും അവൻ അകലുകയാണ് ചെയ്യുന്നത്. കഷ്ടപ്പാടല്ലേ, അതുകൊണ്ട് കാര്യമില്ല. കഷ്ടപ്പെടും തോറും അകലുകയാണ്. അതിനാൽ സഹോദരങ്ങളെ, വിദഅത്ത് ചെയ്യുന്ന ആളുകൾ അവരോട് എന്ത് ചെയ്യണം? കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കണം. വിദഅത്ത് എന്ന് പറഞ്ഞാൽ ഫഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താകുന്നു. ളലാലത്താണ്, വഴികേടാണ്, എത്തുകയില്ല, ലക്ഷ്യത്തിലെത്തൂല. അതുപോലെ തന്നെ ഫഇന്ന കുല്ല ളലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടും എവിടെയാണ്? നരകത്തിലാണ്. നരകത്തിലെത്തിക്കഴിഞ്ഞിട്ട് ഞാൻ ഇത്ര കഷ്ടപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഞാൻ കഷ്ടപ്പെട്ടിരുന്നു, പ്രയാസപ്പെട്ടിരുന്നു, ഉറക്കമുളച്ചിരുന്നു, ഒരുപാട് മൗലിദ് ഓതി, എന്നിട്ട് എന്താ ഉണ്ടായത്? നേരെ പോയത് നരകത്തിലേക്കാണ്. വകുല്ല ളലാലത്തിൻ ഫിന്നാർ. മൗലിദ് എത്രയാണ് ഞാൻ ഓതിയത്? തൊണ്ട മുട്ടി ഓതിയിട്ടുണ്ട്. രാത്രി ഉറക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പൊ വരും എന്ന് പറഞ്ഞിട്ട് കുറേ നേരം ഞാൻ കാത്തു നിന്നിട്ടുണ്ട്. മൊയ്തീൻ ശൈഖൊക്കെ ഇപ്പൊ കടന്നു വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ലൈറ്റ് അണച്ച് ഇരുട്ടത്തിരുന്ന് പലതും വിളിച്ചു കൂവിയിട്ടുണ്ട്. എന്നൊക്കെ നരകത്തിൽ കിടന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. കാരണം അതൊക്കെ എന്തായിരുന്നു? ളലാലത്തായിരുന്നു, ഖുറാഫത്തായിരുന്നു, ശിർക്കിന്റെ വഴികളായിരുന്നു. അത് ചെയ്തത് കൊണ്ട് അതിൽ കൂടുതൽ കഷ്ടപ്പെടും തോറും കൂടുതൽ ആഴങ്ങളിലേക്ക് നരകത്തിൽ ആവതിക്കുക എന്നതല്ലാതെ അതിൽ നിന്നും രക്ഷപ്പെടാൻ ഒരിക്കലും അതുകൊണ്ട് സാധിക്കുകയില്ല. അതുപോലെ തന്നെ നരകം അതിൻ്റെ പ്രതിഫലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിദ്അത്തുകാരെ കുറിച്ച് പറഞ്ഞപ്പോൾ 73 വിഭാഗമാകും എൻ്റെ സമുദായം. വസതഫ്തരിഖു ഉമ്മത്തി അലാ 73 ഫിർഖ കുല്ലുഹാ ഫിന്നാർ, എല്ലാവരും നരകത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹോദരങ്ങളെ, ബിദ്അത്തിന്റെ കൂട്ടത്തിൽ നമ്മൾ പെടാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാവരും നരകത്തിലാണ്, ആരൊഴികെ? ഒരു കൂട്ടരൊഴികെ. അവരുടെ അവസ്ഥ എന്താണ്? മൻ കാന മിസ്ല മാ അന അലൈഹി യൗമ വസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും ഏത് രൂപത്തിലായിരുന്നോ അങ്ങനെയുള്ളവർ. പല ആളുകൾക്കും ആക്ഷേപമാണ്, അന്നത്തെ പോലെ ആവണമെന്നോ, അന്നിങ്ങനെ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഇന്നിങ്ങനെ എന്തായാലും. സഹോദരങ്ങളെ, അന്ന് ദീനായി ഉള്ളത് മതി നമുക്ക്. ദീന് പ്രചരിപ്പിക്കാൻ അന്നുള്ളത് മതി. ഇന്നും അന്ന് പ്രചരിപ്പിക്കപ്പെട്ടത്ര ദീൻ ഏതായാലും നമ്മളെ കൊണ്ട് ഇന്ന് പ്രചരിപ്പിക്കാൻ സാധിക്കുകയില്ല. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ നന്നാക്കാൻ നമുക്ക് സാധിക്കൂല. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തതുപോലെ, ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തതുപോലെ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കൂല. ഇനി നമ്മൾ അതിന് പുതിയ ഉപായങ്ങൾ തേടിയാലോ യഥാർത്ഥത്തിലുള്ള വഴിയിൽ നിന്ന് നമ്മൾ അകലുകയാണ് ചെയ്യുന്നത്. നമ്മളെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി എവിടേക്ക് ചെല്ലുക?
അവരുടെ വഴിയിലേക്ക് തിരിച്ചു ചെല്ലാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. അതല്ലാതെ പുതിയ വഴികൾ വെട്ടി പുതിയ വഴിയിലൂടെ അവരിൽ നിന്ന് അകലാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. ഒരൊറ്റ വഴിയേ ഉള്ളൂ, ആ വഴിയിലേക്ക് ചേരലാണ് രക്ഷ. ആ ഒരൊറ്റ വഴിയിലേ രക്ഷയുള്ളൂ. ബാക്കി ഏത് പുതുവഴി വെട്ടിയാലും ആ വഴികളെല്ലാം ضلالത്തിന്റെ വഴികളാണ്, നാശത്തിന്റെ വഴികളാണ്, നരകത്തിലേക്കുള്ള വഴികളാണ്. അതിൽ നിന്നും കാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് രക്ഷ തേടുക, അതിൽ നിന്നും അകന്നു നിൽക്കുക. അതുപോലെ തന്നെ ബിദ്അത്തുകൾ അതെന്താണ്? അത് ശർറുൽ ഉമൂർ, കാര്യങ്ങളിൽ ഏറ്റവും മോശമായിട്ടുള്ള കാര്യമാണെന്ത്? ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഫഇന്ന വശർറുൽ ഉമൂരി മുഹ്ദസാതുഹാ, പുത്തൻ കാര്യങ്ങളാണ് ഏറ്റവും ഷർറായ കാര്യങ്ങൾ, പുത്തൻ കാര്യങ്ങളാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഒരാൾ ആലോചിക്കുകയാണ്, ഞാനൊരു നല്ല കാര്യമല്ലേ ചെയ്തത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാനല്ലേ. ഇമാം സുഫിയാൻ തൗരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, അൽ ബിദ്അത്തു അഹബ്ബു ഇലാ ഇബ്ലീസ മിനൽ മഅസിയ, തിന്മകളെക്കാൾ ഇബ്ലീസിന് ഇഷ്ടം ബിദ്അത്തുകളാണ്. തിന്മകളെക്കാൾ ഇബ്ലീസിന് ഇഷ്ടം എന്താണ്? ബിദ്അത്തുകളാണ്. ഫഇന്നൽ മഅസിയത യുതാബു മിൻഹാ വൽ ബിദ്അത്തു ലാ യുതാബു മിൻഹാ വൽ ബിദ്അത ലാ യുതാബു മിൻഹാ, തീർച്ചയായും തിന്മകളിൽ നിന്ന് ആളുകൾ പശ്ചാത്തപിച്ച് മടങ്ങും, എന്നാൽ ബിദ്അത്തിൽ നിന്നും ആളുകൾ പശ്ചാത്തപിച്ച് മടങ്ങുകയില്ല. എന്തുകൊണ്ടാണ്? അവൻ വിചാരിക്കുന്നത് നല്ലതാണെന്നാണ്. മോശമായ ഒരു കാര്യത്തിനെ അല്ല ബിദ്അത്ത് എന്ന് വിളിക്കുക, മറിച്ച് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ശരീഅത്തിൻ്റെത് പോലെ, ഇസ്ലാമിലെ കർമ്മങ്ങളെ പോലെ തന്നെ, കണ്ടാൽ ഇസ്ലാമിലെ കർമ്മം തന്നെ, പെരുന്നാൾ തന്നെ, ഈദുൽ അദ്ഹ പോലെ, ഈദുൽ ഫിത്ർ പോലെ തന്നെയാണ് എന്തിയെ കണ്ടാൽ തോന്നുക. എന്നാലോ തുദാഹി ശരീഅ, ശരീഅത്തിന്റെ പോലെയാണ്. എന്നാൽ അതെന്താണ്? മുഖ്തറഅ, പുതിയതായി ഉണ്ടാക്കിയത്. ത്വരീഖത്തുൻ ഫിദ്ദീനി മുഖ്തറഅ, പുതിയതായി ഉണ്ടാക്കിയ ഒരു പാത. തുദാഹി ശരീഅ, ശരീഅത്തിനോട് പോലെ സാദൃശ്യമുണ്ടാകും, കണ്ടാൽ ശരീഅത്ത് തന്നെ, ഇനിയിപ്പോൾ എന്താ, നല്ലതല്ലേ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഓടിച്ചെല്ലുകയാണ്. പള്ളിയിൽ എന്തോ സംഭവമുണ്ട്, പള്ളിയിലൊരു കാര്യമുണ്ട്. എന്താ കാര്യം? ഇത് നമുക്കറിയാത്ത കാര്യമാണ്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയാണ്, ഖദ റഅയ്തു ഷൈഅൻ അൻകർതുഹാ, എനിക്കത് അറിയൂല, ഞാനിത് കണ്ടിട്ടില്ല. പക്ഷേ ഫമാ റഅയ്തു ഇല്ലാ ഖൈറ, ഞാൻ ഖൈറല്ലാതെ കണ്ടിട്ടില്ല. അവിടെ പള്ളിയിൽ എന്താണുള്ളത്? കണ്ടാൽ നല്ലത് തന്നെ ഉള്ളൂ, പിന്നെയോ എനിക്കറിയില്ല എന്ന് മാത്രം. അബൂ മൂസ അശ്അരി സ്വഹാബിയാണ്, അദ്ദേഹത്തിന് അറിയാത്ത ഒരു നന്മ, പക്ഷെ കണ്ടപ്പോൾ നല്ലത് തന്നെ. അദ്ദേഹം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അടുത്ത് പോയി കാര്യം പറഞ്ഞു. ഇമാം ദാരിമി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യാണ്? നേരെ അവരെയും കൂട്ടി തിരിച്ചു വരികയാണ്, പള്ളിയിലേക്ക് പോവുകയാണ്. എന്താണ് സംഭവം? നോക്കും, എന്താണ്? വട്ടം വട്ടമായി ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മൾ പറയാറില്ല ദിക്ർ ഹലഖ, നമ്മളെ നാട്ടിലുണ്ട് ദിക്ർ ഹലഖ. എന്താണ് ദിക്ർ ഹലഖ? ദിക്ർ ഹലഖന്റെ ആദ്യത്തെ രൂപമാണിത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ഓരോ വട്ടം വട്ടം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഓരോ ആളുകളുടെ കയ്യിലും കല്ലുകളുണ്ട്. അവരെന്ത് ചെയ്യാണ്? അവരിങ്ങനെ പറയുകയാണ്, സബ്ബിഹൂ മിഅ, സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്, 100 കല്ലുകൾ ഇങ്ങനെ എടുത്തിടും. അതുപോലെ തന്നെ ഹല്ലിലൂ മിഅ, അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെ കണ്ടപ്പോൾ എന്താ ഒരു കുഴപ്പം കാണില്ല. എന്നാലോ എനിക്കറിയൂല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ തിന്മകൾ എണ്ണി ഇരിക്കാമായിരുന്നില്ലേ? ദിക്ർ ചൊല്ലി ഇരിക്കുന്ന ആളുകളോട് പറയാണ്, തിന്മകൾ എണ്ണി ഇരിക്കാമായിരുന്നില്ലേ? നിങ്ങളുടെ നന്മകളൊന്നും നഷ്ടപ്പെടൂലായിരുന്നു. ഒന്നുകിൽ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ നല്ല മാർഗത്തിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരെക്കാൾ ഇൽമുള്ളവരാണ്. ഒന്നുകിൽ നിങ്ങൾ അങ്ങനെയാണ്, ഇൽമുള്ളവരാണ്, അതല്ലെങ്കിൽ ദലാലത്തിന്റെ വഴിയാണ് ഈ തുറന്നിട്ടുള്ളത്. ഇത് നിങ്ങൾ ഇൽമുള്ളവരാണെന്ന് പറയാം, ഇത് സ്വഹാബത്തിന് അറിയൂല. ഈ സംഭവം ആദ്യമായിട്ടാണ് സ്വഹാബികൾ കാണുന്നത്. വട്ടരിക്കുന്നു, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് വട്ടത്തിലുള്ളവരൊക്കെ പറയുന്നു. ഇത് സ്വഹാബിമാരെക്കാൾ, ഒന്നുകിൽ നിങ്ങൾ സ്വഹാബിമാരെക്കാൾ ഇൽമുള്ളവരാണ്, അതേതായാലും നടക്കാത്ത കാര്യം. അല്ലെങ്കിൽ നിങ്ങൾ തുറക്കുന്നത് എന്താണ്? ദലാലത്തിന്റെ വഴിയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ റിവായത്ത് ചെയ്ത റാവി പറയുകയാണ്, ആ ആളുകളെ പിന്നീട് കണ്ടത് ഖവാരിജുകളുമായി
അവരുടെ കൂടെ ഖവാരിജുകളുടെ കൂടെ സ്വഹാബത്തിനെ കുത്തുന്ന ആളുകളായിട്ടാണ് ഈ കൂട്ടത്തിലെ പലരെയും നമ്മൾ കണ്ടത്. അതായത് ബിദ്അത്തിന്റെ മറ്റൊരു അപകടമാണ് ഒരു ബിദ്അത്ത് തുടങ്ങിയാൽ അടുത്ത ബിദ്അത്തിലേക്ക് അത് ചാടിക്കുന്നുള്ളൂ. ഒരാളിപ്പോൾ നമുക്ക് ഫസ്റ്റ് കാണുമ്പോൾ അത്രയല്ലേ ഉള്ളൂ അങ്ങനെ ചിന്തിച്ചു പോകും നമ്മൾ. അങ്ങനൊന്നുമില്ലല്ലോ, വലിയ പ്രശ്നമൊന്നുമില്ല, ചെറിയൊരു കാര്യമല്ലേ അവർ പറഞ്ഞോളൂ, അതിനിപ്പോൾ ഇത്രയും ഒച്ച ഉണ്ടാക്കണം. ചില ആളുകൾ ചില ബിദ്അത്തുമായി വരുമ്പോൾ അപ്പോൾ പറയൂ ചെറിയൊരു വിഷയമല്ല, അതിന് നിങ്ങൾ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കാൻ മാത്രമുള്ള കാര്യമൊന്നുമില്ലല്ലോ. ബിദ്അത്തിന്റെ സ്വഭാവം അതാണ്. ദിക്റും തുടങ്ങിയതാണ്, പിന്നെ എത്തിയത് എവിടെയാണ്? സ്വഹാബിമാരെ കുത്തുന്ന അവസ്ഥയിലേക്ക്, ഖവാരിജുകളുടെ ആ കൂട്ടത്തിലേക്കാണ് പിന്നീട് അവരെന്ത് ചെയ്തത്? എത്തിച്ചേർന്നത്. അതും ബിദ്അത്തിന്റെ മറ്റൊരു അപകടമാണ്. എന്തൊരു ബിദ്അത്ത് തുടങ്ങിയാലും അത് പിന്നെ എത്തിച്ചേരുക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം നട്ടാണ് തുടങ്ങിയത്. റസൂലുള്ളാഹിക്ക് ഒരിക്കലും ഇഷ്ടമില്ലാത്ത കാര്യത്തിലേക്കാണ് അത് എത്തിച്ചത്. ഒന്ന് ബിദ്അത്ത്, രണ്ട് മൗലിദ് എന്ന് പറഞ്ഞവർ ഓതുന്ന കാര്യങ്ങളിൽ എന്താണുള്ളത്? പച്ചയായ ശിർക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയാമെന്ന് പറയുന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു തേടുന്നു, പാപമോചനം തേടുന്നു. പച്ചയായ ശിർക്കിലേക്ക് അവരെത്തിപ്പെട്ടു. ഖബർ കെട്ടിപ്പൊക്കുന്ന വിഷയം, ഒരാൾ ഖബർ കെട്ടിപ്പൊക്കി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പാടില്ലെന്ന് പറഞ്ഞതാണ്, ശരി, ബിദ്അത്താണ്. തുടങ്ങിയിട്ടോ ഹറാമായ ബിദ്അത്തായ ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും പിന്തുടരലായ കാര്യം അങ്ങനെ ചെയ്ത് പിന്നെന്താ ഉണ്ടായത്? പിന്നെ അടുത്ത ആളുകൾ അവിടെ വരാൻ തുടങ്ങി, അടുത്ത ആളുകൾ ദുആ ചെയ്യാൻ തുടങ്ങി. പിന്നെന്തായി? അങ്ങനെ അത് ഷിർക്കിന് വേണ്ടിയുള്ള സ്ഥലമായി മാറും. ഒരു ബിദ്അത്തും അത് തുടങ്ങിയോർത്ത് നിൽക്കൂല, മറിച്ച് അതെന്ത് ചെയ്യാണ്? അത് ബിദ്അത്തുകൾ വളർന്നു കൊണ്ടുവരും. അതും ബിദ്അത്തിന്റെ അപകടമാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ ഒരുപാട് അപകടങ്ങൾ, എത്രയോ അപകടങ്ങൾ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു. എത്രയോ അപകടങ്ങളുള്ള കാര്യമാണ് ഈ ബിദ്അത്തുകൾ. പ്രത്യേകിച്ച് നമ്മളുടെ നാട്ടിൽ ഈ കാണുന്ന ബിദ്അത്തുകൾ, അവയെന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ ആളുകൾക്ക് പ്രബോധനം നൽകേണ്ടതുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്, ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. ബിദ്അത്തുകളുടെ അപകടങ്ങൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സമയത്ത് നമ്മളുടെ നാട്ടിൽ നടക്കാൻ പോകുന്ന വലിയൊരു ബിദ്അത്താണ്, പുത്തനാചാരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുക എന്ന് പറയും. അതിലുള്ള മറ്റൊരു അപകടമാണെന്ത്? ബിദ്അത്ത് എന്നത് മറ്റൊരു അപകടം, അതിലുള്ള ശിർക്കിയായ കാര്യങ്ങൾ ഒരു അപകടം, അതിലുള്ള ധനദുർവ്യയം അത് മറ്റൊരപകടം, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് കോമാളി വേഷങ്ങൾ കെട്ടിക്കൊണ്ട് ആടുന്നത് മറ്റൊരപകടം, മ്യൂസിക്കും ബാൻഡുകളും അതൊരപകടം, അതുപോലെ തന്നെ സ്ത്രീ പുരുഷ സങ്കലനം അതൊരപകടം. അതിനേക്കാൾ വലിയൊരപകടമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരാണോ ഒരു ഖൗമിനോട് സദൃശ്യപ്പെടുന്നത് അവൻ അവരിൽപ്പെട്ടവനാണ്. ഈ ആചാരങ്ങളും ഈ കാര്യങ്ങളും പേക്കൂത്തുകളും എല്ലാം ക്രിസ്ത്യാനികളിൽ നിന്നും കോപ്പിയടിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ ഇതിനെക്കുറിച്ച് കൂടുതലായി പഠിക്കാനും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് കൂടുതലായി പറയാനുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിനെ ഹിദായത്തിലാക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.